പൊടി ഒന്ന് കുഴച്ച് വെച്ചാൽ മുട്ടയും ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് ഞാൻ കുഴച്ച് വെച്ചതാണ്. ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിന്ന് പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ്. മയപ്പെടുത്താൻ വേണ്ടി കുഴച്ച് വെക്കും. ഒരു പ്രാവശ്യം കുഴച്ച് വെച്ച് ഇനി ഒന്നുകൂടി അതൊന്ന് റെഡിയാക്കി ഒന്നുകൂടി ഒരു 10-15 മിനിറ്റ് വെക്കണം. എന്നാലേ ഇത് പുളിക്കത്തും. വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡാൽഡ ഉപയോഗിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് വിലയായിരുന്നു നമുക്ക് ഡാൽഡ ഉപയോഗിക്കാൻ. ഇത് നല്ല മയമായി കിട്ടിയാലേ നമ്മൾ പൊറോട്ട അടിപൊളിയായിട്ടുള്ളൂ. പൊറോട്ടയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പൊറോട്ട അടിക്കുന്നതുകൊണ്ട് അവൻ എടുത്തന്നേ ഉള്ളൂ. ഞാൻ മുട്ട അവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി മുട്ട കറി വെക്കണം, പിന്നെ പൊറോട്ട റെഡിയാക്കണം. 3 മുട്ടകളുടെ അരിഞ്ഞ് വെക്കാൻ പോവാണ്. എളുപ്പം എങ്ങനെ അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കാം. ഇതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, കിഴങ്ങ്, സവോള. കിഴങ്ങ് വേണമെന്നില്ല, സവോള കുറവായിരുന്നെങ്കിൽ കിഴങ്ങിട്ടാണ്. ഒരു കൊഴുപ്പും കിട്ടുമല്ലോ എന്ന് വെച്ചാൽ ഒരു ഇറച്ചിക്കറിയുടെ ഫീലിംഗ് കിട്ടാൻ വേണ്ടി. ബീഫൊക്കെ ഇങ്ങനെ കഷ്ണം കിടക്കുമ്പോൾ മുട്ട ചാറിനകത്ത് ചിലപ്പോൾ ഒരു ബീഫ് കഷ്ണം കിടക്കുന്നു, കിഴങ്ങ് കിടക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതെല്ലാം കൂടെ വാട്ടി വെക്കും. ഇത് നമ്മളിങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഇത് ആവിയിൽ വേഗം ഈ സബോള, അതാണ് അതിൻ്റെ ടേസ്റ്റ്. നന്നായിട്ട് വേഗണം. മുട്ടയില്ലേ പുഴുങ്ങി അവിടെ വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, പാലുണ്ട്. ഇനി പൊറോട്ട ഉണ്ടാക്കണം. മുട്ട പുഴുങ്ങി 4 മുട്ട പുഴുങ്ങി വെച്ചു. ഇന്ന് രാവിലെ മുട്ടക്കറിയായിരുന്നു. ഒരു മുട്ട മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് മുളക് പൊടി അല്ല മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി നമുക്ക് പൊറോട്ടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് ഒത്തിരി എരിവ് വേണ്ട. സാധാരണ കടി കൂടുതൽ എരിവ് ഇടാറുള്ളതാണ്. ചോപ്പറിന് നന്നായിട്ട് എല്ലാവരും പറയുന്ന അങ്ങനെ മസാല മണം മാറുന്നു. നമ്മളിത് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്. ഒരു വെറൈറ്റി കറിയാണ്. ഇങ്ങനെ ആരംഭിച്ച് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ സ്പെഷ്യൽ കറിയാണ്. വീട്ടിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ കറി ഉണ്ടാക്കാം എന്നതാണ് എൻ്റെ. സബോള ഉണ്ടായിരുന്നു, കിഴങ്ങുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കാൻ പിന്നെ ഒന്നും കൂടെ ആവിക്ക് തന്നെ മണം പോകും. എന്നിട്ട് അതിന് ആവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും. ആ മസാലയുടെ തന്നെ ആവി അടങ്ങുമ്പോഴില്ല കിഴങ്ങിന് സബോളയുടെയൊക്കെ ആവിലുണ്ട്. ഇച്ചിരി ആ സബോള വെന്തത് കൊണ്ട് വാടി വരാൻ നല്ലത്. ഞാൻ ഒത്തിരി എണ്ണ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യം. അപ്പം നമുക്ക് പൊറോട്ടയ്ക്ക് ഗ്രേവി വേണം. പിന്നെ കിഴങ്ങൊക്കെ വെന്ത് വരുമ്പോൾ ചുളമ്പ് വെച്ചിട്ട് വെന്ത് വരുമ്പോൾ നല്ലൊരു ഗ്രേവി. ഇച്ചിരി മസാലപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാൻ മസാല പൊടിച്ചത് തീർന്നു പോയിട്ടുണ്ട്. നമ്മുടെ ഫ്രഷ് മസാല എല്ലാം കൂടി ഇച്ചിരി കറിവേപ്പില, പെരുംജീരകവും 2-3 കുരുമുളകും. നമുക്ക് ആ മസാലക്കൂട്ടിനകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ മസാലക്കൂട്ട് ഇങ്ങനെ വാങ്ങിച്ച് പൊടിച്ചെടുക്കുന്നു. ഉള്ളിലൊക്കെ ഇങ്ങനെ ഇത് മാത്രം കൊടുക്കുന്ന കടയുണ്ട്. ആലപ്പുഴ വരുന്നവർക്ക് കാണാൻ പറ്റും. ഞങ്ങളെല്ലാവരും ആലപ്പുഴ പോകുമ്പോൾ അത് വാങ്ങിച്ച് വെച്ച് പൊടിച്ചെടുക്കും. നമ്മൾ ഈ കവർ പൊടി വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ല സൂപ്പർ പൊടിയാണ്.
ഇങ്ങനത്തെ മസാല നിങ്ങൾക്ക് ഇതേ രീതിയിൽ മസാല കിട്ടണമെങ്കിൽ ഇത് ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ചത്. തീരെ മണ്ണോട് പറഞ്ഞിട്ട് അങ്ങ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഈ ജാതിക്ക് വേറെ കേട്ടോ. അപ്പം 100 രൂപയ്ക്ക് വാങ്ങിച്ചാൽ ആവശ്യത്തിന് കിട്ടും. ഇത് കുറച്ചാണ് എടുത്ത്. ഇതിൻ്റെ ഒരു 3/4 പാത്രം ഉണ്ടായിരുന്നു. ആലപ്പുഴ മുല്ലയ്ക്കൽ വന്ന് ഗണപതി അമ്പലത്തിൻ്റെ അവിടെ 2-3 സ്ഥലത്തുണ്ട്. ഈ ലാഭത്തിൽ കിട്ടുന്ന ഗണപതി അമ്പലത്തിൻ്റെ അവിടെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നത്. നല്ല അടിപൊളി മസാലയൊക്കെ പൊടിച്ചെടുക്കും. ആലപ്പുഴ മുല്ലയ്ക്കൽ പേര് ചറപ്പൊക്കെ നല്ലത് അവിടെ വന്ന്. അപ്പം ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ മുട്ട പൊളിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കറി റെഡിയായി കഴിഞ്ഞാൽ പൊറോട്ട ഉണ്ടാക്കാം. പൊട്ടിച്ചിട്ട്